ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഞാൻ പറയാം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ പറയാം ചാനൽ ന്യൂസ് മാത്രമേ കാണത്തുള്ളൂ. ചേച്ചിക്ക് വേറെ ചാനലുള്ളത് അറിയാലോ, ഹരിതിനി ചാനൽ. അതിനകത്ത് അവിയൽ പരുവാണ് എല്ലാം ഇടും, എനിക്കറിയാവുന്ന എല്ലാം. അപ്പോൾ ഇത് രണ്ടാമത് ന്യൂസ് മാത്രം ഇടാമെന്ന് വിചാരിച്ചു. ഒന്നിലും സബ്സ്ക്രൈബറൊന്നും ഇല്ല കേട്ടോ, 5-6 സബ്സ്ക്രൈബറൊക്കെ ഉള്ളൂ. മോണിറ്റൈസ് ഇതുവരെ ആയിട്ടില്ല. അതാണ് ഓരോരുത്തർക്ക് മോണിറ്റൈസേഷനൊക്കെ ആയതിന് ശേഷമാണ് അവർ രണ്ടാമത്തെ ചാനലും തുടങ്ങുന്നത്. പക്ഷെ ഞാൻ ഇതാവുന്നതിന് മുമ്പേ രണ്ടാമത്തെ ചാനലങ്ങ് തുടങ്ങി. അത് ന്യൂസ് മാത്രം ഇടാൻ വേണ്ടിയിട്ട് ഒരെണ്ണം തുടങ്ങാമെന്ന് വിചാരിച്ചങ്ങ് തുടങ്ങിയതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ന്യൂസാണല്ലോ ഈ ചാനൽ. അപ്പോൾ ന്യൂസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാതെ പോവാൻ വയ്യ. ഇന്നലെ കൊല്ലത്ത് CPM-ൻ്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൻ്റെ ആദ്യത്തെ ഇത് നടന്നത് കൊല്ലത്തല്ലായിരുന്നോ? അപ്പോൾ ഇന്നലെ മൊത്തം ഒരു സബ്ജക്റ്റ് ഇങ്ങനെ ഓടിയിട്ടേ നടക്കുക. അതെന്തോന്നറിയാപ്പം, ഈ പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ വെള്ളം കൊടുക്കുന്നതിന് പകരം ഒഴിഞ്ഞ ബിയർ കുപ്പിക്കകത്ത് കരിങ്ങാലി വെള്ളം കൊണ്ടുവന്ന് ചിന്താസറവും അവരെല്ലാവരും ലേഡീസെല്ലാം കുടിക്കുന്നത് കണ്ടു ഞാൻ. ആ കുടിച്ചത് ചിന്താസറവും കുടിക്കുന്നത് അതിങ്ങനെ വീഡിയോയിൽ ബിയർ കുടിക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. നല്ല കാര്യം ആ കുപ്പിയിൽ കൊടുക്കുന്നത്. കാരണം ആ കുപ്പി നമുക്ക് കരിങ്ങാലി വെള്ളം കുടിച്ചതിന് ശേഷം വീണ്ടും കഴുകി നമുക്ക് ഉപയോഗിക്കാം. പ്ലാസ്റ്റിക് ആകുമ്പോൾ നമുക്കും ആരോഗ്യത്തിനും കുഴപ്പം, വലിച്ചെറിയുമ്പോഴും കുഴപ്പം. അപ്പോൾ അതിനെക്കാട്ടി നല്ലതല്ലേ ഈ ബിയർ എടുത്ത് തൂക്കി വീശുന്നത്? അതെടുത്തോണ്ട് വന്നിട്ട് കഴുകിയിട്ട് നമുക്ക് വെള്ളം കുടിക്കുന്ന കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് പറയണം തോന്നി പറഞ്ഞതാണ്. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. ഇന്ന് തന്തൈ പെരിയാർ മ്യൂസിയത്തിൻ്റെ ഉദ്ഘാടനമാണ്. അതിന് തമിഴ്നാട് മുഖ്യമന്ത്രിയും നമ്മുടെ കേരള മുഖ്യമന്ത്രിയും രണ്ടുപേരും കൂടാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അവർ ഇന്നലെ ഹോട്ടലിൽ അടുത്തടുത്ത റൂമുകളിലായിട്ട് തങ്ങുകയും, എന്നിരുന്നാലും അവർ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. സ്റ്റാലിന് പിണറായിയോട് അങ്ങ് ഭയങ്കര സ്നേഹമാണ്. അവരിതിനുമ്പും ഇവിടെ വെച്ച് തന്നെയാണ് കണ്ടുമുട്ടിയത്. അതേ ഇടത്തിൽ വെച്ച് തന്നെ വീണ്ടും കണ്ടുമുട്ടുന്നു അല്ലേ? ഉമ്മൻചാണ്ടി VS ഭയങ്കര കൂട്ടാന്ന് പറഞ്ഞതുപോലെയാണ് സ്റ്റാലിനും പിണറായിയും. ഇന്ന് തന്നെ ആ ഉദ്ഘാടന പുഷ്പാർച്ചന ചെയ്യുമ്പോൾ ഇവിടുന്ന് പിന്നെ VN വാസവനും സജി ചെറിയാനുമാണ് മുഖ്യമന്ത്രിയുടെ കൂടെ ഉള്ളത്. അവിടുന്ന് ദുരൈ എന്ന് പറയാൻ കുറച്ചുകൂടെ ഉണ്ട് പേര്. തമിഴ് പേര് നമുക്കൊന്നും അത്ര അറിയത്തില്ലല്ലോ. അപ്പോൾ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ വീഴുന്ന പോലെ ആയപ്പം സ്റ്റാലിൻ ചെന്നിട്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇങ്ങോട്ട് അങ്ങനോട് അടുത്തോട്ട് ചേർത്ത് നിർത്തുന്നു, വീഴാതിരിക്കാൻ അല്ലേ? കുഞ്ഞുങ്ങളെ നമ്മൾ സംരക്ഷിക്കുന്നത് പോലെ സ്റ്റാലിന് പിണറായിയോടൊരു എന്തോ അവർക്ക് സ്റ്റാലിന് എന്തായാലും പിണറായി അങ്ങ് പിടിച്ചുപോയി. നമ്മുടെ അവിടെ ആർക്കും പിണറായിയെ പിടിച്ചു പോലോ ഇല്ല പോലോ സ്റ്റാലിന് പിടിച്ചിട്ടുണ്ട്, ബോധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരവിടെ നിന്ന് 2 കാറിലായിട്ടൊക്കെ പോകുന്നതൊക്കെ കണ്ടത്. പക്ഷേ ഇനി വന്നപ്പോൾ രണ്ടുപേരും ഒരേ കാറിൽ വന്ന് ഇറങ്ങിയെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ അത് കണ്ടില്ല. പക്ഷെ 2 കാറിലായിട്ട് കയറി പോകുന്നത് ഞാൻ കണ്ടു. പിന്നെ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അവിടെ സ്റ്റാലിനും പിണറായി നമ്മുടെ മുഖ്യമന്ത്രിയും കൂടെ സ്റ്റാലിൻ പുസ്തകം എടുത്തിട്ട് പിണറായിയുടെ കയ്യിലും കൂടെ കൊടുത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നതൊക്കെ കണ്ടു. അങ്ങനെ അവിടെ വൈക്കത്തൊരു നല്ലൊരു വിഷയം ഇന്ന് നടക്കുക. അവർ ബെസ്റ്റ് ഫ്രണ്ടുകൾ രണ്ടുപേരും കൂടെ ഇന്ന് ഫുള്ള കാണുമായിരിക്കും. അവിടെ അധിക സമയം ചെലവഴിച്ചിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് വഴി നമ്മുടെ പിണറായി മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇത്ര ചങ്ങാതിയായി വരുമ്പോൾ നമ്മുടെ മുല്ലപ്പെരിയാറും കൂടെ പറയാം. അത് ഇന്ന് കിട്ടിയ ഒരു സന്ദർഭമാണേ. പറയോ എന്തോ പറഞ്ഞാൽ നല്ലതായിരുന്നു അല്ലേ? അപ്പം ഇതൊന്ന് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി. എനിക്ക് രാഷ്ട്രീയത്തിൽ നമ്മുടെ പ്രതിപക്ഷത്തിരുന്നാലും ഭരണപക്ഷത്തിരുന്നാലും രണ്ടുപേരെ ഇഷ്ടമായിരുന്നു. ഉമ്മൻചാണ്ടി സാറിനെ VS അച്യുതാനന്ദനെ.
ഞാനതിനിവിടെ പറഞ്ഞു ചേട്ടൻ ഓ പുരുഷനും കൊണ്ടായിട്ടേന്ന് പറയും. അത്ര സ്നേഹമല്ലേ അവർ വഴക്കൂടിയാൽ അതിനൊരു സ്നേഹമുണ്ട്. അതുപോലെ പിന്നെ ആരും വന്നിട്ടില്ല. പ്രതിപക്ഷ നേതാവും ഭരണപക്ഷത്തിലുള്ള മുഖ്യമന്ത്രിയായിട്ട് പിന്നെ ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴത്തെ കോമ്പൊന്നും കൊള്ളത്തില്ല. വി ഡി സതീശനും പിണറായി ഒന്നും കൊള്ളത്തില്ല. അവർ രണ്ടും കൊള്ളാം. അതുപോലെയാണ് ഇപ്പോൾ സ്റ്റാലിനും നമ്മുടെ പിണറായി. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടു കാണും. എന്നാലും ചേച്ചി ഈ വീഡിയോ ഒന്ന് ഇടാന്ന് വിചാരിച്ചു. പോവാൻ പറ്റുന്നവർക്കൊക്കെ പോയി അവിടെ മ്യൂസിയമൊക്കെ കാണാം കേട്ടോ. പെരിയാർ വൈക്കത്ത്. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ചേച്ചിയുടെ പുതിയ ചാനലാണ്. എളുപ്പം ഇതിനകത്ത് ഈ ചാനലെങ്കിലും പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവാൻ നിങ്ങളെല്ലാവരും കൊണ്ട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റേതോ ആയില്ല. അത് 4 വർഷമായി തുടങ്ങിയിട്ട് ഇതുവരെയും ആയില്ല. ഇതെങ്കിലും ഒന്ന് ആവട്ടെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്കും തരാം ചോക്ലേറ്റ് വാങ്ങാൻ. അപ്പോൾ ചേച്ചിയുടെ അടുപ്പിൽ ചോറ് വേവുന്നു, മീൻകറി വേവുന്നു. മഴ അതുകൊണ്ട് വെളിയിലോട്ടൊന്നും പോയി ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കനകത്ത് അമുക്കി കഴിഞ്ഞ് ചേച്ചി ഇതുപോലെ കിട്ടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പോയിട്ട് നാളെ ഒരു വീഡിയോ കണ്ട് ഉടനെ വരാം.